എല്ലാവരും അത്ഭുതമാതാവ് അനുഗ്രഹിക്കട്ടെ. മക്കളെ, പരിശുദ്ധി അമ്മമാത വെളിപ്പെടുത്തുന്ന ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. കാരണം പരിശുദ്ധി അമ്മമാതവനറിയാം നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ഒരുപാട് ക്ലേശങ്ങളിലൂടെയും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്ന മക്കളാണെന്ന് പരിശുദ്ധി അമ്മമാതവനറിയാം. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും നിങ്ങളുടെ എല്ലാ വേവലാതികളും പരിശുദ്ധി അമ്മമാത പൂർണ്ണമായിട്ട് എടുത്തു നീക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ലോകത്ത് സാധ്യമാക്കി തരുവാനായിട്ട് പരിശുദ്ധി അമ്മമാത നിങ്ങളെ സ്വന്തം മക്കളെ തിരഞ്ഞെടുത്തിരിക്കുവാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മമാത വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. അപ്പോൾ നിങ്ങൾ പരിശുദ്ധി അമ്മമാതവൻ്റെ സ്വന്തം മക്കളായി തീരും. അനേകം മക്കളാണ് ഇത്തരത്തിൽ പരിശുദ്ധി അമ്മമാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ സാധ്യമാക്കി കൊടുക്കുന്നത്. മക്കളെ, പരിശുദ്ധി അമ്മമാതാവ് അവരുടെ സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം എടുത്തു നീക്കുന്നത്. മക്കളെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും പരിശുദ്ധി അമ്മമാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മമാതാവ് അത്ഭുതങ്ങൾ അനവധി നടത്തിക്കൊണ്ട് അവരുടെ ജീവിതം എത്രയോ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മക്കളെ, ഇത് പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളെ പരിശുദ്ധി അമ്മ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തു എന്നുള്ളത് നിങ്ങൾ നിഷേധിക്കാതിരിക്കുക. പരിശുദ്ധി അമ്മമാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുക. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മമാത വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് നിങ്ങൾ സമർപ്പിക്കാം. കാരണം ഇത് പരിശുദ്ധി അമ്മമാത വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ്. എന്നെ തിരിച്ചറിയുകയും ഈശോയെ തിരിച്ചറിയുകയും ചെയ്യുന്നവരും എൻ്റെ സ്വന്തം മക്കളായി തീരുമെന്ന് പരിശുദ്ധി അമ്മമാത വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അതിനാൽ തന്നെ പരിശുദ്ധി അമ്മമാത കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മമാതവൻ സ്വന്തം മക്കളായി തീരുന്നവരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും എടുത്തു നീക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ജോലിയില്ലാത്ത സാഹചര്യമാണോ, നിങ്ങൾക്ക് എത്രത്തോളം തകർന്ന അവസ്ഥകളാണോ, പൈശാചിക ബന്ധനങ്ങളുണ്ടോ, എല്ലാം തന്നെ പരിശുദ്ധി അമ്മമാത എടുത്തു നീക്കും. ഈ അൾത്താരയിൽ പരിശുദ്ധി അമ്മമാതാവ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുവാനായിട്ടാണ്. മക്കളെ, അതിനാൽ തന്നെ നിഷേധിക്കാതിരിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുമ്പോൾ അധിക ഭക്തിയോടുകൂടെ പങ്കുചേരണം. അതുപോലെ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ എല്ലാ ദിവസവും നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 6 മണിക്ക് നടത്തുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും ലൈവിലേക്കുള്ള വിശുദ്ധീകരണ പ്രാർത്ഥനയാണ്. ലൈവിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ ഉടനെ തന്നെ നടക്കും. മക്കളെ, അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധി അമ്മ മാതാവിനോട് അതീവ കഠിനമായിട്ട് ഉപവസിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നിങ്ങൾ സമർപ്പിക്കുന്ന ആഗ്രഹങ്ങൾ, ലൈവിൽ സമർപ്പിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ ഉടനെ സാധിച്ച് ലഭിക്കുവാനായിട്ടാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഈശോടൊപ്പമാണ് മക്കളെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കും. പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഈ കുരിശുരൂപം വെച്ച് നിങ്ങൾ ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ, അതീവ ഭക്തിയോടുകൂടെ പങ്കുചേരുക. പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കളെ പരിശുദ്ധി അമ്മ സ്വന്തം മക്കളായി തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ പൂർണ്ണമായിട്ട് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മയെ മാതാവേ, പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണ് ഇവർ. എന്ത് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ഉയർച്ചകളും ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന മക്കളാണ് പരിശുദ്ധി അമ്മയെ മാതാവേ. ജോലിയില്ലാത്ത മക്കളുണ്ട്. അനേകം പ്രതിസന്ധികളിലൂടെയാണ് ഈ മക്കൾ കടന്നു പോകുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള ഓരോ ദുരന്തങ്ങളും പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും പരിശുദ്ധി അമ്മയെ മാതാവേ, അവരെ സമ്പന്നതയിലേക്ക് പരിശുദ്ധിയും കൈപിടിച്ച് ഉയർത്തണമേ. ആ മക്കളുടെ ക്ലേശങ്ങളെല്ലാം തന്നെ പരിശുദ്ധിയും പൂർണ്ണമായിട്ടും എടുത്ത് നിൽക്കണമേ. പരിശുദ്ധി അമ്മയെ മാതാവേ, ഒരു രൂപ പോലും കയ്യിലില്ലാതിരുന്ന മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് സമ്പന്നരാക്കിയല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തിക്കൊണ്ട് ഈ മക്കളെയും പരിശുദ്ധി അമ്മ മാതാവ് സമ്പന്നതയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ. പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ. പരിശുദ്ധി അമ്മയെ മാതാവേ, സമ്പത്തിന്റെ പേരിലും ആ ഒരു ജീവിത നിലവാരത്തിന്റെ പേരിൽ പലപ്പോഴും ഈ മക്കളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ മക്കൾ അറിയാതെ പോലും ഈ മക്കൾക്കെതിരെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധി അമ്മയെ മാതാവേ, ആ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളെ ആരെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ വേരോടെ തകർത്ത് കളയുമെന്ന്. പരിശുദ്ധി അമ്മയെ മാതാവേ, അവരുടെ എല്ലാം മുൻപിലെ തലയുയർത്തി നിൽക്കുന്ന സാഹചര്യത്തോടെയുള്ള ആ ഒരു സാമ്പത്തിക ഉയർച്ച പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് നൽകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മയെ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കടബാധ്യത എല്ലാം തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധി അമ്മയെ മാതാവ് എടുത്ത് നീക്കണമേ. 3 കോടി 4 കോടി രൂപ കടബാധ്യതയിലൂടെ കടന്നുപോയ മക്കളെ പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് എല്ലാ ദിവസവും പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും എല്ലാ ദിവസവും അനാഥാലയത്തിന് വേണ്ട കാര്യങ്ങളിലൊക്കെ ഭാഗഭാഗമായി തീർന്നപ്പോൾ അവരുടെ കടബാധ്യത എല്ലാം തന്നെ എടുത്ത് നീക്കിക്കൊണ്ട് 1 രൂപ പോലും കടബാധ്യത ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പരിശുദ്ധി അമ്മ മാതാവ് ആ മക്കളുടെ ജീവിതത്തെ മാറ്റിയല്ലോ. പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ അനവധി കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. പരിശുദ്ധി അമ്മയെ മാതാവേ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കാത്ത സമയത്ത് പരിശുദ്ധി അമ്മയെ മാതാവേ, അത്തരത്തിലുള്ള കടബാധ്യതയിലൂടെ അവർ കടന്നു പോകുന്നു. പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കൾ അതിൽ നിന്ന് മോചിപ്പിക്കണം. അമ്മയെ മാതാവേ, ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ സാഹചര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ നടക്കട്ടെ. അവരുടെ ജപ്തി സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കൾക്ക് മുന്നിൽ അനവധി ആഗ്രഹങ്ങളുണ്ട്. പരിശുദ്ധി അമ്മയെ മാതാവേ, ആഗ്രഹങ്ങളെല്ലാം നീട്ടിക്കൊണ്ടാണ് പരിശുദ്ധി അമ്മ മാതാവിന്റെ പക്കലേക്ക് നീട്ടിക്കൊണ്ടാണ് ഈ മക്കൾ പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് വന്നിരിക്കുന്നത്. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്നത് പോലെ പരിശുദ്ധി അമ്മ മാതാവിന്റെ വലതുകാരം നിങ്ങളുടെ നേരെ പരിശുദ്ധി നീട്ടി പിടിച്ചിരിക്കുന്നു. അമ്മ മാതാവ് ഇങ്ങനെ വെളിപ്പെടുത്തി പറയുന്നു, മക്കളെ എൻ്റെ കരം പിടിക്കുക. പരിശുദ്ധി അമ്മ മാതാവ് ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ കരം പിടിക്കുക. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ
മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരുവാനായിട്ട്, പരിശുദ്ധി അമ്മ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുവാനായിട്ടും പരിശുദ്ധി അമ്മ മാതാവിന്റെ കരം നിങ്ങളുടെ നേരെ നീട്ടി പിടിച്ചിരിക്കുവാണ്. നിങ്ങൾ അതിൽ പിടിക്കുക മക്കളെ. പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ ജോലി സാഹചര്യങ്ങളെല്ലാം തന്നെ ഞാൻ പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആ ജോലി സാഹചര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. പരിശുദ്ധി അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ അനവധി ജോലിക്ക് വേണ്ടി ശ്രമിച്ചു, ഒരു ജോലി പോലും ഈ മക്കൾക്ക് ലഭിക്കുന്നില്ല. പല തടസ്സങ്ങളാണ് പരിശുദ്ധി അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ജോലിക്കായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂ, എക്സാം, ഇതിലെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളെ പരിശുദ്ധിയെ കാത്ത് സംരക്ഷിക്കണമേ. അമ്മ മാതാവ്, ഈ മക്കളും ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം പരിശുദ്ധി അമ്മ മാതാവ് നൽകണമേ. അമ്മ മാതാവ് നൽകുന്നുണ്ടല്ലോ പരിശുദ്ധി അമ്മ മാതാവ്, അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. ഈ മക്കളെയും പരിശുദ്ധി അമ്മ മാതാവ് അതിനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ് പരിശുദ്ധി അമ്മ മാതാവേ. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അനവധി എക്സാമുകൾ എഴുതി പരിശുദ്ധി അമ്മ മാതാവ്, പക്ഷേ ലഭിച്ചില്ല. അമ്മ മാതാവേ, ഈ മക്കൾ പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് വന്നിരിക്കുവാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും പരിശുദ്ധി അമ്മ മാതാവിന്റെ പക്കൽ വന്നുകൊണ്ട് അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവേ കൈവിടരുതേ. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, അമ്മ മാതാവ് കൈവിടില്ല എന്ന്. പരിശുദ്ധി അമ്മ മാതാവ്, ഈ മക്കൾ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ജോലി ഈ മക്കൾക്ക് ലഭിക്കട്ടെ പരിശുദ്ധി അമ്മ മാതാവേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീർന്ന് ലൈവിൽ പങ്കെടുത്ത് എല്ലാ ദിവസവും അനാഥാലയത്തിന് വേണ്ട കാര്യങ്ങളിലൊക്കെ ഭാഗവാക്കായി തീർന്നപ്പോൾ പരിശുദ്ധി അമ്മ മാതാവിന്റെ വാക്ക് അതുപോലെ അനുസരിച്ചപ്പോൾ, ഈശോയുടെ വാക്ക് അതുപോലെ അനുസരിച്ചപ്പോൾ ആ മക്കൾ ആഗ്രഹിച്ച ജോലി ആ മക്കൾക്ക് ലഭിച്ചല്ലോ പരിശുദ്ധി അമ്മ മാതാവേ. ഉയർന്ന സാലറിയോടുകൂടെ ജോലി ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. ആ മക്കൾ നേരിടുന്ന എല്ലാ ക്ലേശങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധി അമ്മ മാതാവ് പൂർണ്ണമായിട്ടും എടുത്തു നീക്കണം. നിന്ന് അനേകം മക്കളാണ് പരിശുദ്ധി അമ്മ മാതാവിന്റെ ലൈവിൽ പങ്കുചേരുന്നത്. അവരെല്ലാം പരിശുദ്ധി അമ്മ മാതാവ് വിടുവിക്കുന്നുണ്ട്, എല്ലാ ബുദ്ധിമുട്ടുകളും എടുത്തു നീക്കുന്നുണ്ട്. പരിശുദ്ധി അമ്മ മാതാവേ, കടബാധ്യതയിലൂടെ മുങ്ങി എങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഈ മക്കൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്കായിട്ട് വന്നിരിക്കുന്നത്. പരിശുദ്ധി അമ്മ മാതാവ് ഇവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും എടുത്തു നീക്കണമേ. ഒരു രൂപ പോലും കടബാധ്യത ഇല്ലാത്ത തലത്തിലേക്ക് പരിശുദ്ധി അമ്മ എടുത്തു നീക്കണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്ന കാര്യമാണല്ലോ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഓരോ മക്കളും പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായിക്കൊണ്ട് ലൈവിൽ പങ്കുചേരണം. അമ്മ മാതാവ് ഇത് വെളിപ്പെടുത്തി പറയുന്ന കാര്യമാണ്. അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എല്ലാ തകർച്ചകളിൽ നിന്ന് ഈ മക്കളെ മോചിപ്പിക്കണമേ. എല്ലാ വിടുതലും ഈ മക്കൾക്ക് പരിശുദ്ധി അമ്മ നൽകണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ നേഴ്സുമാരുണ്ടെങ്കിലും അവരുടെ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അവരെ പരിശുദ്ധി അമ്മ കാത്ത് സംരക്ഷിക്കണമേ. ഒരാപത്തോ ഒരു അപകടമോ ഈ മക്കൾക്ക് വന്നു ചേരാതിരിക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. ആ മക്കളെ പരിശുദ്ധി അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുവാനോ, ആ മക്കൾ എന്താണോ ഭാവിയിലായി തീരുവാൻ ആഗ്രഹിക്കുന്നത് അതായി തീരുവാനുള്ള സാഹചര്യം പരിശുദ്ധി അമ്മ ഒരുക്കി കൊടുക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നത് പോലെ തന്നെ അധ്യാപകരെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അധ്യാപകർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർമാരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ ബിസിനസ് ചെയ്യുന്ന മക്കൾ ഉണ്ടെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ, ആ മക്കൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ അവരുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഉയർച്ചകൾ ഉണ്ടാവാനും നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാനും പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതിനുള്ള പണം കണ്ടെത്തുവാനുള്ള സാഹചര്യം പരിശുദ്ധി അമ്മ ഒരുക്കി കൊടുക്കണമേ. വഴികൾ തുറന്നു കൊടുക്കണമേ പരിശുദ്ധി അമ്മ മാതാവേ. അത്ഭുതങ്ങൾ അനവധി മക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധി അമ്മ മാതാവ് ഈ നിമിഷം തന്നെ നടത്തണമേ പരിശുദ്ധി അമ്മ മാതാവേ. എല്ലാ ക്ലേശങ്ങളും വിട്ടുമാറിപ്പോട്ടെ പരിശുദ്ധി അമ്മ മാതാവ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ, അവരുടെ രോഗ സാഹചര്യങ്ങളെല്ലാം തന്നെ ഞാൻ പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവേ, അത് പൂർണ്ണമായിട്ട് വിട്ടുമാറിപ്പോട്ടെ. രോഗസൗഖ്യങ്ങൾ പരിശുദ്ധി അമ്മ നൽകണമേ. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറിപ്പോട്ടെ പരിശുദ്ധി അമ്മ മാതാവേ. ജന്മന ഏതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം തന്നെ നടക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരു ആപത്തോ കൂടാതെ ഈ മക്കളെ പരിശുദ്ധിയെ കാത്ത് സംരക്ഷിക്കണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധി അമ്മയോട് എന്ത് ചോദിക്കുന്നു അതെല്ലാം തന്നെ സാധ്യമാക്കി തരുമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അത് അമ്മ മാതാവ് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട്. പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അനവധി മക്കളാണല്ലോ ഓരോ ദിവസവും സാക്ഷ്യം പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന എല്ലാം നടന്നു കിട്ടുന്നതായിട്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ വിവാഹം നടന്നിട്ടില്ല എങ്കിലും പരിശുദ്ധി ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. ആ മക്കളുടെ വിവാഹം ഉടനെ നടക്കുവാനും ആ മക്കൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടക്കുവാനും പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. അതിലൊരു തടസ്സമോ ഉണ്ടാവാതിരിക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദമ്പതികളും അവർക്ക് മക്കളിലായെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ അത്ഭുതം നടത്തണമേ. പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീർന്നപ്പോൾ അനേകം ദമ്പതികൾ കാണല്ലോ 10-15 വർഷങ്ങൾ താമസിച്ചിട്ട് പോലും പരിശുദ്ധി അമ്മ മാതാവ് അവർക്ക് അത്ഭുതം നടത്തിയല്ലോ. പരിശുദ്ധി അമ്മ മാതാവ് പെട്ടെന്ന് തന്നെ അത്ഭുതം നടത്തും മക്കളെ. പരിശുദ്ധി അമ്മ പെട്ടെന്ന് തന്നെ അത്ഭുതം നടത്തും. നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരുക. ലൈവിൽ പങ്കെടുക്കുക. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്നത് ലൈവിൽ പങ്കെടുക്കാം. അമ്മ മാതാവ് ഉടനെ തന്നെ നടത്തി തരും. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ നടക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തമായിട്ട് ഭവനമോ സ്ഥലമോ ഇല്ലാത്ത മക്കളെ പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. നല്ലൊരു ഭവനം ആ മക്കൾക്ക് നൽകട്ടെ പരിശുദ്ധി അമ്മ മാതാവേ. നല്ലൊരു ഭവനം, സൗകര്യമുള്ള നല്ലൊരു ഭവനം നൽകട്ടെ. ഇപ്പോഴുള്ള ഭവനം ഗുണമില്ല എങ്കിൽ നല്ലൊരു ഭവനം പരിശുദ്ധി അമ്മ നൽകണമേ. അതിനുള്ള വഴികൾ പരിശുദ്ധി തുറക്കണമേ. പരിശുദ്ധി അമ്മ മാതാവ് അതിനുള്ള സാഹചര്യങ്ങൾ പരിശുദ്ധി അമ്മ തുറക്കണമേ. അമ്മ മാതാവിന്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ നടക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ലഹരി പദാർത്ഥങ്ങൾ
പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, അവരുടെ ഭവനത്തിൽ ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പൈശാചിക ബന്ധനങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറിപ്പോട്ടെ. എല്ലാ ശത്രുതകളും ഈ മക്കളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ സംരക്ഷണം വരെയും മക്കളോടൊപ്പം ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ പരിശുദ്ധിയായി ചേർത്ത് പിടിക്കണമേ. സന്തോഷ സമാധാനം നിറഞ്ഞു നൽകട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല രീതിയിൽ ബന്ധങ്ങളിലൂടെ കടന്നു പോട്ടെ. ദമ്പതികൾ നല്ല രീതിയിൽ ബന്ധങ്ങളിലൂടെ കടന്നു പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഒരു രീതിയിലുള്ള തെറ്റായ ബന്ധങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്ന നിയോഗത്തോട് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഈ ചാനൽ പ്രാർത്ഥനകളെല്ലാം തന്നെ മറ്റു മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മക്കളെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായിട്ടാണല്ലോ ഇത്. പരിശുദ്ധ അമ്മ മാതാവ് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അവരുടെ സ്ഥാനം ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ നടുക്കാണെന്നും ആ മക്കളെ പരിശുദ്ധി ഒരു കാലത്തും കൈവിടില്ല എന്നും അവരെപ്പോഴും പരിശുദ്ധി അമ്മ മാതാവിനോടൊപ്പം പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ചേർന്ന് നിൽക്കുമെന്നും അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്ന നിയോഗത്തോട് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഒരു ആപത്തോ അപകടമോ കൂടാതെ പരിശുദ്ധിയോ കാത്ത് സംരക്ഷിക്കണമേ. അതുപോലെ പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കൾക്ക് ഒരു രീതിയിലുള്ള ആപത്തും ഉണ്ടാവാതിരിക്കട്ടെ. പ്രകൃതിയിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ഒരു രീതിയിലുള്ള ആക്രമണമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ സംരക്ഷണം വരെ ഈ മക്കളോടൊപ്പം ഉണ്ടാവട്ടെ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്ന നിയോഗത്തോട് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് ആ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം നിങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് നിങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ആ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടൽ ഉടനെ തന്നെ നടക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. ഇത് പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി കാണിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. പരിശുദ്ധ അമ്മയുടെ ഒരു കാര്യമല്ല, 1000 കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാക്കി തരുമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അതെല്ലാം തന്നെ സാധ്യമാക്കി കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. മക്കളെ, ഈ നിമിഷം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് ആശീർവദിക്കുന്ന സമയമാണ്. എല്ലാവരും കുമ്പിട്ട് അതിഭക്തിയോടുകൂടെ തന്നെ നിൽക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഈ ആശീർവാദം സ്വീകരിക്കണം കേട്ടോ. പരിശുദ്ധ അമ്മ മാതാവ് ഈശോയുടെ ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ക്ലേശങ്ങളും ഈ നിമിഷം തന്നെ പരിശുദ്ധ അമ്മ എടുത്ത് നീക്കിക്കൊണ്ട് ആശീർവദിക്കണമേ. എല്ലാ ക്ലേശങ്ങളും വിട്ടുമാറിപ്പോട്ടെ. ഈ മക്കളുടെ ഭവനത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. കടബാധ്യതകൾ വിട്ടുമാറിപ്പോട്ടെ. ജോലിയില്ലാത്ത സാഹചര്യങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. വിവാഹം നടക്കാത്ത സാഹചര്യങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. വാഹനങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. ഭവനമില്ലാത്ത സാഹചര്യങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. എല്ലാ രോഗാവസ്ഥകൾ വിട്ടുമാറിപ്പോട്ടെ. ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈശോയുടെ ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ മക്കളെ പരിശുദ്ധ അമ്മ ഈശോയുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ശിരസിൽ കുരിശുരൂപം വെച്ചുകൊണ്ട് ആശീർവദിച്ച് ഈ മക്കളെ ആശീർവദിച്ച് എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിട്ടുമാറിപ്പോട്ടെ. എല്ലാ ശത്രുതകളും പൊട്ടിമാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കളുടെ ഭവനത്തിൽ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ ഒരു രീതിയിലുള്ള പൈശാചിക ബന്ധനങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ. തകർച്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് ഈ മക്കൾ ഉയരാൻ തുടങ്ങട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈശോയുടെ ഈ മക്കളെ ചേർത്ത് പിടിച്ച് ആശീർവദിക്കുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകുന്നു. മക്കളെ, പരിശുദ്ധ അമ്മ ഈശോടൊപ്പം നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശീർവദിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചാനൽ കയറി ജോയിൻ നിങ്ങൾ കയറി വൈകിട്ട് 7:30 പരിശുദ്ധി വെളിപ്പെടുത്തുന്ന 40 ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു.